ഇങ്ങനെ ഒരു ബസ് മേടിക്കാൻ പറ്റിയിട്ടുണ്ടോ? ഞങ്ങൾ കുടുംബശ്രീയിലെ പെണ്ണുങ്ങൾ എടുക്കുമ്പോ അത്ര ഇതും ഉണ്ടാവൂടി അമ്മ. കാര്യം അറിയണോ? ഇപ്പൊ എന്റെ കെട്ടി വന്ന ഇങ്ങനെ പോകുന്ന. നിന്റെ കെട്ടി വന്നാ ഇങ്ങനെ പോകുന്ന അവന് കണ്ണിന് വല്ല ദീനം ഉണ്ടോ? എനിക്ക് കണ്ണിക്കേടല്ലെന്ന്. പിന്നെ നാണക്കേട് കൊണ്ട്. നാണക്കേട് കൊണ്ടല്ലേ? നമുക്കിവിടെ സെക്രട്ടറി ഉണ്ടായിരുന്നു. സെക്രട്ടറി എന്തിയെ? അതാണ് ഞാനും ചോദിക്കുന്നത്. അവളെ വിചാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബസ്സെടുത്ത് അവളെ സ്വന്തം കാശോടെന്ന് അവളുടെ വിചാരം. മേക്കപ്പ് ചെയ്ത് ഇങ്ങോട്ട് ഇറങ്ങും സെക്രട്ടറി. എന്റെ ദൈവം 10 മണിക്ക് ഫസ്റ്റ് ആളാണ്. നീ എവിടെയാ നടക്കുന്നത്? നീ വരാൻ പറ്റില്ലെന്നോ? സുരേഷ് എന്റെ സ്വഭാവം മാറ്റിക്കരുതട്ടോ. നീ ഇല്ലാതെ വണ്ടി എടുക്കുന്ന എങ്ങനെയാ? 10 മണിയാവുമ്പോ നീ ഇവിടെ എത്തണം കേട്ടോ. ഓക്കെ എന്നാല് ശരി. എടിയേ ആരാ തന്നെ ചതിച്ചത്? എടി നമ്മുടെ ഡ്രൈവർ സുരേഷ് ഇല്ലേ, അവൻ ഈ നേരത്തെ വിളിച്ചു പറഞ്ഞു അവന് വരാൻ പറ്റില്ലെന്ന്. എന്റെ ചതിയല്ലേടി അവനെ കാണിക്കുന്നത്? അവനിങ്ങനെ ചതിച്ചു കഴിഞ്ഞാൽ അവൻ ആടാമാടായിട്ട് വന്നെങ്കിൽ നമുക്ക് ഓട്ടിക്കായിരുന്നു. ഈ മുട്ടക്കാട്ടം ബസ്സിന് ഞാനിത് എങ്ങനെ ഓട്ടിക്കും എന്റെ ഭഗവാനെ? ഇപ്പൊ ഒരു പണി ചെയ്താലോ? ഞാൻ സുരേഷിന്റെ അടുത്തവരെ ഒന്ന് പോയാലോ? നീ പണ്ട് പോയതാ. എന്റെ കെട്ടിയോ എന്നെ കളഞ്ഞിട്ട് വേറെ തീരോട് അങ്ങ് പോയി. കുറ്റം പറയല്ലേ? അന്ന് തന്നെ അവള് വേറെ കെട്ടിയില്ലേ? അതവളൊരു വാശിയായിരുന്നു കേട്ടോ. അങ്ങനെ പറയടി. അപ്പോഴേ ഞാൻ കഴിഞ്ഞ മാസം തന്നെ ഡ്രൈവിംഗ് സ്കൂളിൽ പോയി ചേർന്നായിരുന്നു. ഡ്രൈവിംഗ് പഠിക്കാൻ. അതെ, കുടുംബശ്രീയുടെ സെക്രട്ടറിയായ ഞാൻ ഇവിടെ ഉള്ളപ്പോ ഞാൻ ആദ്യം ഡ്രൈവിംഗ് ലൈസൻസ് എടുത്ത് വണ്ടി ഓടിച്ചിട്ട് നിങ്ങളൊക്കെ ലൈസൻസ് എടുത്താൽ മതി. അല്ലെ, നീ കുറെ നാളോട് ഡ്രൈവിംഗ് പഠിക്കാൻ വന്നു, ഇതുവരെ പാച്ചില്ലേ? ഫ്രണ്ടിലേക്കൊക്കെ ഓടിക്കാൻ എനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷെ ലൈസൻസ് എടുക്കാൻ ചെല്ലുമ്പോ ടീ എടുക്കണ്ടേ? അതിന്റെ വളവ് വളക്കുമ്പോ 3 കമ്പി എപ്പോഴും തീർച്ചു. പിന്നെ അത് നീ ടീ കുടി, എന്നിട്ട് നീ ടീ എടുക്കാൻ മതി. എല്ലാ അന്നാമച്ചെടുത്ത് എപ്പോ ചായ കളിപ്പിച്ചാലും ഒരു വല്ലാത്ത ചൊവ്വയായിരിക്കുള്ളൂ ചായ. പിന്നെ ഒരു പാക്കറ്റ് പാല് വാങ്ങിച്ചു വന്നിട്ട് 80 ചായ എടുക്കുമ്പോ ഇത്രയും കൃഷിയൊക്കെ ഉണ്ടാവുള്ളൂ. വനമാല വന്നുണ്ട്, വനമാല. എന്റെ വാർത്തയായിരുന്നു ഞങ്ങൾ ഇത്രയും പെണ്ണുങ്ങൾ ഇവിടെ കിടന്ന് അഹോരാത്രം പണിയെടുക്കുമ്പോ നീ ഇത് എവിടെ പോയി കിടക്കായിരുന്നു? ആശുപത്രിയിൽ. അയ്യോ എന്തിന്? അയ്യോ ആരാ എന്തു പറ്റി? മോള് പ്രസവിക്കാൻ കിടക്കും. പിന്നെ നോക്കിയതല്ലാണ്ട് വേറെ യാതൊരു പണിയില്ലേടി. അല്ല ഞാനും അത് മേടിക്കാൻ വന്നേ. ഞങ്ങൾ എന്നാത്തിന് അനുവാദം തരേണ്ടത്? അതെ, ഒരു 10,000 രൂപ ലോൺ വേണം. മോളിലെ ഷീബാസുലില് അവളുടെ ഫസ്റ്റ് പ്രസവത്തിന് നമ്മളൊരു 10,000 രൂപ നമ്മുടെ കുടുംബശ്രീന്ന് ലോൺ കൊടുത്തായിരുന്നു. ആ ലോൺ അടച്ചു തീർക്കണേക്ക് മുമ്പ് ആ കൊച്ചു വീണ്ടും ഗർഭിണിയായി പിന്നെയും പ്രസവത്തിന് വീണ്ടും കൊടുത്തു നമ്മൾ 10,000 രൂപ. അത് കഴിഞ്ഞപ്പോ 3ാമത് കൊടുത്ത് നമ്മൾ 10,000 രൂപ ഈ പ്രസവത്തിന് വേണ്ടിയിട്ടാണ്. ഇപ്പൊ 4ാമത്തെ പ്രാവശ്യമാണ് പ്രസവം എന്നും പറഞ്ഞ അവള് 10,000 രൂപ ചോദിക്കുന്നത്. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇവളുടെ പ്രസവത്തിന് ലോൺ കൊടുത്ത് നമ്മുടെ കുടുംബശ്രീ മുടിച്ചു പോകത്തേ ഉള്ളൂ. എല്ലാരും എന്താ നോക്കണേ? എന്തിനാ? പെണ്ണുങ്ങളാണെ പേരും. പക്ഷെ ഇതൊരു കൃഷിയാക്കാൻ പാടില്ല. അതേന്ന് ഇവളുടെ മോളെ പറക്കൊന്നും ചെയ്യും. നെല്ലിക്കാക്കൊട്ട ചവന്നോല്ല ഇങ്ങനെ പറങ്ങ് വിട്ടോണ്ടിരിക്കും. കാശില്ല. അല്ല നമ്മുടെ കുടുംബശ്രീയുടെ ഒരു നന്മയ്ക്ക് വേണ്ടിയിട്ട് ഞാനൊരു കാര്യം പറയട്ടെ. ഞാൻ ഈ കാർത്തിയായനിയുടെ മരുമോനില്ലേ സുനി, അവനെ പോയി ഒറ്റയ്ക്ക് കണ്ടൊന്ന് ഉപദേശിച്ചാലോ? അതെ, നീ ഒറ്റയ്ക്ക് പോകുന്നതും കൊള്ളാം, ഒറ്റയ്ക്ക് ഉപദേശിക്കുന്ന കൊള്ളാം. 10 മാസം കഴിഞ്ഞിട്ട് എനിക്ക് ഒരു 10,000 രൂപ തരുമെന്ന് പറയും. ദൈവത്തെ എന്റെ പൊന്നോ, ഞാനില്ലേ, ഞാൻ ചുമ്മാ പറഞ്ഞതാണ്. അതാ നിനക്ക് നല്ലത്. അതെ, ഞാൻ ഒരു കാര്യം പറയട്ടെ. കഴിഞ്ഞ ആഴ്ച നിന്റെ വീട്ടിൽ കുടുംബശ്രീയുടെ മീറ്റിംഗ് നടന്നല്ല, എന്തോ അവിടെ കാട്ടിക്കുട്ടിയെ? എന്റെ വീട്ടിൽ കുടുംബശ്രീ മീറ്റിംഗ് നടന്ന ഞാൻ എന്നാ കാണിച്ചെന്നു പറയുന്നത്? അവര് നനച്ചതല്ല, അവര് നശിപ്പിക്കുകയായിരുന്നു. സെക്രട്ടറി കാര്യം ഇതൊക്കെയാണ്. അവല് ഇച്ചിരി പാളിപ്പോയി. പക്ഷെ എന്റെ കട്ടൻ ചായ എങ്ങനെ ഉണ്ടായിരുന്നു? കട്ടൻ ചായ കൂടുതൽ പറയല്ലേ. അവിടുത്തെ മീറ്റിംഗിന് വരെ ഞാൻ വിളമ്പണം. ഇവിടെ നിങ്ങളൊക്കെ എന്താണ് എന്റെ മെക്കിട്ട് കയറുന്നത്? എന്റെ വീട്ടിൽ എന്തായിരുന്നു ഒരു കുറവ്? എല്ലാവർക്കും ഞാൻ നല്ല കൊഴുക്കട്ടല്ലേ ഉണ്ടാക്കി തന്നു. അത് കൊഴുക്കട്ടയില്ല, ഞങ്ങളോടത്ത് കോഴിക്കാട്ടോ ഇരിക്കും. എന്നിട്ട് അന്നാമച്ചേർത്തി പേരക്കിടാങ്ങളും വന്ന് അങ്ങോട്ട് വെട്ടി വിഴുങ്ങിയല്ല. എനിക്കും എന്റെ പേരക്കിടാങ്ങൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഞങ്ങൾ ഭക്ഷണ വസ്തുക്കൾ തിരസ്കരിക്കില്ല. തിരസ്കരിക്കരുത്, ഇങ്ങനെ തിന്നുകൊണ്ടിരുന്നോളാം. അതെ, സുനിയും കുഴക്കട്ടയും കൂടെ ഇട്ട് കൂട്ടി കുഴക്കരുത് കേട്ടോ. കുഴക്കാൻ പറ്റില്ലേ? നിനക്ക് ഇവിടെ തുടങ്ങിയ സമയം തൊട്ട് നിനക്ക് ചൂക്കടല്ല. ഇതെന്നതാടി ചമ്പക്കര മാർക്കറ്റാ. ഇത് നിനക്ക് ഇത്തിരി ബുദ്ധി ബോധമൊക്കെ. പിന്നെ നമ്മുടെ ഈ കുടുംബശ്രീയിൽ നിങ്ങളെങ്ങനെ കിടന്നു തുടങ്ങി അവിടെ എവിടെയെല്ലാം കൊണ്ടിരുത്ത്. അപ്പോഴേ നമുക്ക് കാര്യപരിപാടിയിലേക്ക് കിടക്കാം. എന്നാലും എന്റെ കാർത്തിയായി ഞാനൊന്നും പറയണില്ല. തമ്മിൽ തരീച്ച കാര്യം നമുക്ക് ഈശ്വര പ്രാർത്ഥന പാടണ്ടേ? ഈശ്വര പ്രാർത്ഥന ആരാ? ഈശ്വര പ്രാർത്ഥന ആദ്യമായിട്ട് പാടാൻ ഏറ്റത് നമ്മുടെ അന്നാമച്ചെടുത്തിയാ. അയ്യോ പാടണ്ട, ഇപ്പൊ ഈശ്വര പ്രാർത്ഥന പാടേണ്ട സമയമല്ല, ഈശ്വരനെ വിളിക്കേണ്ട സമയമാണ്. ശ്വാസം കിട്ടാൻ ഈശ്വര പ്രാർത്ഥന പാടാൻ കേട്ടോ. ഞാൻ പാടിയല്ല. അയ്യോ അത് വേണോ? എന്തേ നമ്മുടെ കുടുംബശ്രീയിൽ 60 അംഗങ്ങളുണ്ടായത് നീ ഒറ്റ ഈശ്വര പ്രാർത്ഥനയിൽ എല്ലാവരും തെറ്റിപ്പിരിഞ്ഞ് ലാസ്റ്റ് 6 ആളായത്. ഇനി ഈശ്വര പ്രാർത്ഥന നീ ചൊല്ലണോ? എടി നിനക്കെന്താ നീ അവര് പറയണമെന്നും കാര്യമൊക്കെ ഉണ്ടോ? എന്നാലും നിന്റെ വരുമാനം ഒരു
നമുക്ക് സെറ്റ് ചെയ്ത് വെച്ച ഈശ്വര പ്രാർത്ഥന പാടാം. അതേ നടക്കത്തുള്ളൂ. അത് മതി. അത് പാടിയാ മതി. അത് പാടാം. എല്ലാവരും കൈ കൂട്ടി പിടിക്കും. പുളഗീത ധ്രുവതലമേളം ഹർഷദലലിത സുധതലതാളം എന്താ കാര്യം? എന്താ ഞാനായി അതിപ്പറ്റി ഇവിടെ എന്താ സംഭവിച്ചെന്താ? സുരേഷ് ഡ്രൈവർ സുരേഷ് സുരേഷേ, നീ ആകപ്പാട് എന്നെ അങ്ങ് പെൻഷൻ എടുപ്പിച്ച് കളഞ്ഞാ. എന്താ പറയണത്? പൊട്ടം കളിച്ച വാതർന്നാ പറയുള്ളൂ. സുരേഷ്, നീ എന്നാലും ഞങ്ങളെ പെൻഷൻ അടിപ്പിച്ച് കളഞ്ഞിട്ടോ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. കാര്യം ഞാൻ ഇങ്ങോട്ട് വന്നോളൂ. കരച്ചിലൊക്കെ വേറെ ആരെങ്കിലും ഇന്നും ചെയ്തിട്ടാ നിങ്ങൾ കരഞ്ഞത്. അങ്ങനെ വല്ല സംശയം ഉണ്ടെങ്കിൽ പോലീസ് സ്റ്റേഷനിലേക്ക് പോവാ. അതൊന്നും അല്ലെന്ന്. വണ്ടി ഓടിക്കണ്ടേ? വണ്ടി ഓടിക്കണം. അപ്പൊ നിങ്ങൾ എന്നെ ഏൽപ്പിച്ചത് കൊണ്ട് ഭാഗ്യമായി. ഞാനിപ്പോ ജഡ്ജിയുടെ വീട്ടിലെ വണ്ടിയാണല്ലോ ഓടിക്കണത്. ഞാൻ പറഞ്ഞില്ലേ നല്ല ഡ്രൈവറായി വരും. അതെ. ശമ്പളം എന്ത് വരും? സ്റ്റാർട്ടിങ്ങിൽ ഒരു 1000 രൂപയാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. സ്റ്റാർട്ട് ചെയ്ത 1000 പിന്നെ ഓടിക്കുന്നതിന് കൂടുതൽ കിട്ടുമോ? ടോട്ടൽ 1000 രൂപ. അത് ശരിയാവൂല. 900 രൂപ പറഞ്ഞുറപ്പിച്ചിട്ടാണ് ഞാൻ ഇവിടെ വന്നത്. ഇവിടെ വന്നപ്പോ നിങ്ങൾ വാക്ക് മാറ്റി 1000 ആക്കിയത്. അല്ല, കളക്ഷനൊക്കെ ഒന്ന് കൂടട്ടെ സുരേഷ്. എന്നിട്ട് നിനക്ക് നാളെ മുതൽ 900 ആക്കി തരാം. കാരണം ഇത് നിങ്ങളുടെ ഫസ്റ്റ് സംരംഭമാണ്. പുതിയ ബസ് നിങ്ങൾ മേടിച്ച അതിന്റെ ഉദ്ഘാടനം. അപ്പൊ ഞാനായിട്ട് അത് വഴിപഴിപ്പിക്കണില്ല. ഇല്ല. ആരെ കൂടുതൽ ഡ്രൈവറും മേടിച്ചേക്കണ? ലൈസൻസ് കിട്ടിയായിരുന്ന? ലൈസൻസ് എടുത്തില്ല. അതിനു മുമ്പുള്ള ഓണേഴ്സ് കിട്ടി. എന്നത് ഓണേഴ്സ്? ഓണേഴ്സ് അല്ല, ഓണച്ച്. ഫസ്റ്റ് എങ്ങോടാ? ഫസ്റ്റ് നമുക്ക് അമ്മാവന്റെ വീട്ടിലേക്ക് പോവാം. അത് മാത്രമാക്കണ്ട, പഴനി രാമേശ്വരം എല്ലാം പോവാം. തള്ളേ ഫസ്റ്റ് ഗിയർ അങ്ങോട്ട് ഉണ്ടെന്ന്. അതൊക്കെ എനിക്കറിയാം. എങ്ങനെ? എല്ലാരും എനിക്കറിയാം. ഓടിച്ചേക്കണ വണ്ടി എങ്ങനെ ഓടിച്ചേക്കണം പറയാമോ? അത് ഫസ്റ്റ് നമ്മള് ഗിയർ ചവിട്ടും. എന്നിട്ട് ക്ലച്ച് ഇങ്ങനെ വലിച്ച് ഇട്ടിട്ട് അതിന്റെ കൂടെ ബ്രേക്ക് ഇങ്ങനെ പതുക്കെ പതുക്കെ കൊടുത്തിട്ട് ഹാൻഡിലെ പിടിച്ചിട്ട് വലിച്ച് ഊരി എടുത്തിട്ട് ആക്രി കിടക്കണ്ട കൊടുക്കണം. ബസ് വിൽക്കണ കാര്യമല്ലോ പറഞ്ഞു. ഞാനും ഓടിക്കുന്ന പറയാൻ എനിക്ക് മനസ്സിലാവണ്ടേ? വണ്ടി ഓടിക്കണമെങ്കിൽ വേറെ കാര്യമുണ്ട്. നമ്മൾ പെണ്ണും കാണും. നിങ്ങൾ പെണ്ണുങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടെ വണ്ടി ഓടിക്കണം. ശ്രദ്ധിച്ച് കേട്ടോ. നേരെ നോക്കി തന്നെ വണ്ടി ഓടിക്കണം. കാരണം ഇപ്പുറത്ത് തുണിക്കര ഉണ്ടാവും, ജ്വല്ലറി ഉണ്ടാവും. നിങ്ങൾ കണ്ടു തെറ്റും. ഇല്ല, അങ്ങനെയൊന്നും പാടില്ല. നേരെ നോക്കി തന്നെ വണ്ടി ഓടിക്കണം. അത്രേ ഉള്ളൂ. പിന്നെ അതിനുമ്പ് നമ്മളെ കൈ ഒന്ന് തെളിയിക്കണം. എന്റെ ഇവരെയൊക്കെ കൈ തെളിയിക്കണം. എല്ലാവരും കൈ ഇതൊക്കെ ഞാൻ തെളിയിച്ചു തരാം. ഇതുവല്ല തിളച്ച എണ്ണയിലും മുക്കണം തെളിയണമെങ്കിൽ. അതെടുത്ത് മാറ്റിക്കേ. ഒരു നല്ല വഴിക്ക് പോകുമ്പോ എന്താ പേര്? കാർത്തിയാനിയല്ല, കറുത്തലായിനി. അതായത് കറക്റ്റായിട്ട്. പിന്നെ ഇതിന് കുളിക്കുന്ന വെള്ളം കളയരുതിട്ടാ. നമ്മുടെ വണ്ടിക്ക് ഗ്രീസ് ഓയിൽ ഇതെല്ലാം ഇവിടെ നമുക്ക് സംഘടിപ്പിക്കാൻ. നിനക്ക് അവരെ ഹോമർ സെൻസ് ആടാ. അയ്യോ, വീണ്ടും അവളുടെ പൊട്ട ഇംഗ്ലീഷ് തുടങ്ങി. നിർത്ത്, ഞാൻ പറയാം. ഇനി വേറൊരു കേസ് സംസാരിക്കാനുള്ളത്. ഇതിനകത്ത് നമുക്ക് കണ്ടക്ടറായിട്ട് ആരുള്ളത്? ഞാൻ തന്നെ ഉണ്ടല്ലോ. ഉണ്ടാ? വിസിലടിക്കാനുള്ള കാറ്റൊക്കെ ഉണ്ട് ഇതിനകത്ത്. ഊതിക്കാന്ന്. ഇങ്ങനെ ഊതിയ വണ്ടി നിൽക്കാല്ലേ. പിള്ളേര് പുറകെ ഒരു ആമ്പിള്ളേര് കാണിച്ചേ. അത് കറക്റ്റ് അല്ലേ? പക്ഷേ ഈ സാധനത്തിന് നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. അയ്യോ, അങ്ങനെ പറ്റില്ല. നമ്മുടെ ചെറുപ്പക്കാരെല്ലാം കൂടെ ബസ് കയറി ഇരുന്നാലേ ആണുങ്ങളെ ശല്യം ഉണ്ടാവും. ഈ ചൈത്രത്തിക്ക് എന്തെങ്കിലും ഒരു ജോലി കൊടുത്തേ. അതിപ്പോ ജോലി കൊടുക്കണമെന്ന് പറഞ്ഞപ്പോ ചില സമയത്ത് നമ്മുടെ വണ്ടിയുടെ ഹോൺ കംപ്ലൈന്റ് ആവും. അപ്പൊ ഇതിനെ സൈഡ് സീറ്റിൽ പിടിച്ചിട്ട് തല പിടിച്ച് വെളിയിലേക്ക് ഇടുക. കണ്ടാ? കറക്റ്റ് ഹോണാണ്. അത് എന്ത് വേണമെങ്കിലും ചെയ്തു തരാം. പിന്നെ സെക്രട്ടറിനെ കൈതളിക്കുന്ന കാര്യം, ഞാൻ ഫസ്റ്റ് ചാല് പോയിട്ട് വന്നിട്ട് സൂര്യൻ അസ്തമിക്കുന്ന സമയത്ത് നമ്മൾ ചെറിയൊരു ജിംബ്ലാസം നീ വേണം തെളിച്ച് തരാം. സൂര്യൻ അങ്ങോട്ട് അസ്തമിക്കൂലേ? അവിടെ ഭർത്താവ് ചന്ദ്രൻ അവിടെ നിന്ന് അങ്ങോട്ട് ഉദിക്കും. ആ ചെറിയൊരു പ്രശ്നം കൂടെ നോക്കിയോണം. അങ്ങനെ ഒരു ട്വിസ്റ്റ് ഉണ്ടല്ലേ? അപ്പൊ പിന്നെ ഇവിടെ എങ്ങനെ? ഞാൻ റെഡിയാ. അതിന്റെ സന്ധ്യയെ പിന്നെ കാണൂല്ല. നിങ്ങളാ കണ്ടാലേ പോയി പഠിപ്പിക്കാൻ പറ്റുള്ളൂ. ഒരു കാര്യം ചെയ്യാം, നമുക്ക് ആ വാഹന പൂജ അങ്ങോട്ട് ചെയ്തേക്കാം. കിഴക്കേതാ? കിഴക്ക് ചോദിച്ചപ്പോ ക്ലോസറ്റ് കഴിക്കണം ബ്രഷ് പോലെ നിൽക്കണം എല്ലാവരും കൂടി. കിഴക്കേതാ? ഒരു കാര്യം ഞാൻ കണ്ടുപിടിച്ചോളാം. ഇതാ കിഴക്ക്. ഇത്ര പെട്ടെന്ന് എങ്ങനെ മനസ്സിലായി? നെല്ല് നിൽക്കണ്ടില്ലേ? ഈ സമയത്ത് ഇവിടെ നെല്ല് വരുള്ളൂ. അപ്പൊ നാളികേരോടെ അപ്പൊ എല്ലാവരും ഒന്ന് മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ചേക്കണം. എന്തായത് നിങ്ങൾ ഇവിടെ കിടന്ന് കാണിച്ചാൽ ഞാൻ നിങ്ങൾ എന്തോ ചെയ്ത പോലെ ആൾക്കാർ ഓർക്കുള്ളൂ. ഒന്നും വേണ്ട, മനസ്സിൽ പ്രാർത്ഥിച്ചാൽ മതി കേട്ടോ. നിങ്ങൾ മറിക്കേ എല്ലാം കൈ പിടിച്ചോ. ഞാൻ കടിച്ചേക്കാം. എന്റെ മാല ഇവിടെ എവിടെയോ പോയല്ലോ. എന്തായത്? നിങ്ങൾക്ക് വല്ല കുഴപ്പമുണ്ടോ? ഒരു കുഴപ്പമില്ല. ഞാൻ പേടിച്ചും പോയി.
വല്ലാത്ത നടുവേദന ആയിരിക്കും. നടന്നേക്കുക നോക്കിയേ. നിങ്ങൾക്ക് വണ്ടിയാണോ കൊണ്ടുപോകേണ്ടത് അതെവിടെ തിരുവാതിരകളിയാണോ വേണ്ടത്? വണ്ടി കൊണ്ടുപോകണം. അപ്പൊ ഞാനൊന്നും തന്നെ പൊട്ടിച്ചോട്ടെ? പൊട്ടിച്ചോ. നീ പൊട്ടിക്കട, ധൈര്യമായിട്ട് പൊട്ടിക്കട സുരേഷ്. ഞാനും പറ്റില്ല. കാത്തുരക്ഷിങ്ങളെ. അതാണല്ലേ കേസ്. അല്ല ഇതൊക്കെ ഞാൻ കരുതിക്കൊണ്ടാ വന്നേക്കണത്. ചമ്മന്തി എന്റെ വീട്ടിൽ വരക്കാം കേട്ടോ. അപ്പൊ അതിന് വേണ്ടി കിടന്ന് ആരും വെള്ളം കാച്ചണ്ട. വന്നേ, ഫസ്റ്റ് ട്രിപ്പ് ഞങ്ങളിപ്പോ ഞാനും വിസിലും കൂടി അങ്ങോട്ട് പോയി വന്നതിന് ശേഷം സന്ധ്യ ആകുമ്പോ കയ്യിലിരിക്കുമ്പോൾ തെളിയിക്കണം. ബസ് അങ്ങോട്ട് ഇറങ്ങുന്നത് നീ അങ്ങോട്ട് ചെല്ലേ. എല്ലാവരുടെ മേടിക്കണേ. മിക്കവാറും ഫസ്റ്റ് ഓട്ടം തന്നെ നല്ല കാശ് കിട്ടണേ. എന്റെ ദൈവമേ, എടി തന്നു നോക്കിയത് നമ്മുടെ ബസ് പോകുന്ന പോക്ക് എന്താടി. എന്ത് ബസ്സോടി കാണാനായിരുന്നു. ആ ഓട്ടം കണ്ട് അറിയാതെ നല്ല കാശ് കിട്ടൂടെ നമുക്ക്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഫസ്റ്റ് കളക്ഷൻ കൊണ്ട് നമുക്ക് എന്ത് ചെയ്യണോടി? നേരെ നിങ്ങൾ എല്ലാരും കൂടെ ആശുപത്രി വന്ന് എന്റെ മോടെ പ്രസവത്തിന് ആ കാശാണ്. ആരെങ്കിലും ഓടി ഉണ്ടോ? ആരെങ്കിലും പുറകെ ഓടി ഉണ്ടോ? ഇല്ല. എന്ത് പറ്റി സുരേഷ്? ഇല്ല, ഒന്നുമില്ല, കുഴപ്പമില്ല. വണ്ടി ഓടിച്ച് എടുത്തോണ്ട് പോയത്. വണ്ടി നല്ല പിക്കപ്പുള്ള വണ്ടി. ഞാൻ എടുത്തങ്ങോട്ട് കൊണ്ടുപോയി അപ്പുറത്തെ ജംഗ്ഷനിൽ ചെന്നപ്പോഴേ ഒരു മദ്യക്കുപ്പിയുടെ പുറത്ത് കയറി വണ്ടി. അയ്യോ, എന്നിട്ട് കുഴപ്പമൊന്നുമില്ല. അവിടെ ആൾക്കാർ ടയർ പഞ്ചായല്ല, ആൾക്കാർ ഭയങ്കര വിഷയവും വണ്ടിയൊക്കെ തല്ലി പൊളിച്ച്. അല്ല, വിസിലടിക്കുന്ന സരള വിസിലടിച്ചിട്ടാ വരമ്പത്തൂർ ഓടണം. ഞാൻ കുറെ ദൂരം പുറകെ ഓടി കിട്ടിയില്ല. എന്താ വിഷയം? എന്താ വണ്ടി ഇപ്പൊ അവിടെ നിന്ന് കുപ്പിയുടെ പുറത്ത് കയറി ആൾക്കാരെ കൂടി വണ്ടി തല്ലി പൊളിച്ച് ഇപ്പൊ തീയിട്ട് കത്തിച്ചോണ്ടിരിക്കുകയാണ്. അത് സമൂഹം അങ്ങനത്തെ സമൂഹമാണ്. ഒരു കുപ്പി പൊട്ടിനി വണ്ടി കത്തിച്ചു കളയാ. അല്ല, ഞാനൊരു സംശയം നോക്കിട്ടെ, ഈ കുപ്പി അവിടെ റോഡിന്റെ സൈഡിലാണ് കിടന്നത്, അടുക്കാണ് കിടന്നത്? റോട്ടിൽ കൂടി പോയ അമ്മാവന്റെ അരയിലിരിക്കുന്നു. മഹാഭാവി, നീ അയാളുടെ പേറ്റിൽ കൂടിയാണോ കയറ്റി പോയത്? നേരത്തെ തുടങ്ങി നീ പറഞ്ഞല്ലടാ, ഡ്രൈവർമാരെ ശ്രദ്ധ വേണം എന്നിട്ടാണോ നീ ഇങ്ങനത്തെ പോക്കൃത്തിനെ കാണിച്ചത്? അല്ല, ശ്രദ്ധ വേണം. നിന്റെ ഭർത്താവിന്റെ ബൈക്കിന്റെ പുറകിലിരുന്ന് എന്റെ ഭാര്യ പോകുമ്പോ പിന്നെ എന്റെ ശ്രദ്ധ തെറ്റില്ല.